അയാൾക്ക് 72 വയസ്സൊന്നുമല്ല. മമ്മൂക്കയ്ക്ക് വേണ്ടി മാത്രം കണ്ടിരിക്കുക. വൈശാഖും മിഥുൻ മാനുവലൊക്കെ 2010 നിൽക്കുന്നതേ ഉള്ളൂ. എന്നാരും നല്ലരുത് ആവറേജായിട്ടാണ് തോന്നിയത്. മിഥുൻ മാനുവലിന് സ്ക്രിപ്റ്റ് കൂടെ വർക്ക് ചെയ്യണം തോന്നി. മമ്മൂട്ടി പടം എല്ലാം കാണുന്നതാണ് ഞങ്ങൾ എപ്പോഴും. ഞാൻ മകൻ്റെ കൂടെ വന്ന 3-4 വർഷം മുന്നേ ഇറങ്ങിയിട്ടൊരു സിനിമയായിരുന്നു. ക്ലൈമാക്സിന് വേണ്ടി മാത്രം കാണാൻ വരാം, ബാക്കിയൊന്നുമില്ല. ഈ പടം പൊളിക്കാൻ ശ്രമിച്ചവരെ കണ്ണൻ ചിരട്ടിൽ വെള്ളം നിറച്ചിട്ട് അതിൽ മുങ്ങി താഴണം. 2018 തമിഴ് പടം പോലുണ്ട്. ഫീൽഡ് ഔട്ടായ സബ്ജക്റ്റ്. പൊളി പടം, ഒരു രക്ഷയുമില്ല. കിട്ടില്ല പടം, അടിപൊളി പടം, സൂപ്പർ പടം. സെക്കൻഡ് പൊളിക്ക് ഇതിനൊക്കെ പൊളിച്ചളഞ്ഞു, ഒരു രക്ഷയില്ല. കുഴപ്പമില്ല, അടിപൊളി പടം ബ്രോ. രാജ്ബി ഷെട്ടി നൈസായിട്ടുണ്ട്, ബിന്ദു പണിക്കർ നൈസായിട്ടുണ്ട്. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. BGM ഒക്കെ രോമാഞ്ചമായിരുന്നു. വൺ ടൈം വാച്ച്. അടിപൊളി പടം. ആവറേജ് പടം, കുഴപ്പമില്ല, ആവറേജ് ആണ്. നല്ല പടം, നല്ല പടം, നല്ല പടം. അയാൾക്ക് 72 വയസ്സൊന്നുമല്ല. കിട്ടില്ല, സ്റ്റണ്ടൊക്കെ അടിപൊളി, സൂപ്പറായിരുന്നു. നല്ല പടം. പറഞ്ഞാൽ തന്നെ സൂപ്പർ പടം. ഇത് കാണും, മസ്റ്റ് വാച്ച് മൂവിയാണ്. കുഴപ്പമില്ല. സെറ്റ് പടം, സെറ്റ് വിഷയം. മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടം, കിടിലം പടം കേട്ടോ, വിഷയം. സെക്കൻഡ് പാർട്ട് വെയിറ്റ്. പറഞ്ഞ പോലെ തന്നെ സൂപ്പറായിട്ടുണ്ട് പടം. മമ്മൂക്ക അഴിഞ്ഞാടി, കിടിലം പടം. പടം കൊള്ളാം, ബാക്കിയെല്ലാം നോർമലാണ്. ക്ലൈമാക്സിന് വേണ്ടി മാത്രം കാണാൻ വരാം, ബാക്കിയൊന്നുമില്ല, ബാക്കിയെല്ലാം നോർമലാണ്. എനിക്ക് തോന്നുന്നൊരു 3-4 വർഷം മുന്നേ ഇറങ്ങിയിട്ടൊരു സിനിമയായിരുന്നു. പക്ഷെ മമ്മൂക്കയുടെ ഒരു സ്വാഗ് ഇതിൽ കാണാനുണ്ടായിരുന്നു. മ്യൂസിക് കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. ഒരു ലാസ്റ്റ് ഒരു അടിപൊളി ഒരു സംഭവം വരുന്നുണ്ട്. എനിക്ക് പ്രതീക്ഷിക്കാം, നമുക്കൊരു ടർബോ 2 പ്രതീക്ഷിക്കാം അടിപൊളിയായിട്ട്. ഒരു രക്ഷയില്ല. മമ്മൂട്ടി വില്ലൻ ആയിട്ട് അഭിനയിച്ച രാജ്ബി ഷെട്ടി അങ്ങനെ പൊളി അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ഒരു രക്ഷയില്ല. ഫൈറ്റ് സീക്വൻസ് എല്ലാം പൊളിയായിട്ടുണ്ട്. ഈ അല്ല, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. സിനിമ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. കുറച്ച് സ്ലോ പേസ് ആണെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് അതിലേക്ക് കയറുന്നുണ്ട്. പിന്നെ മാസിന് ഉള്ളതാണ്, പിന്നെ പ്രഡിക്റ്റബിൾ സ്റ്റോറീസ് ആണ്. അല്ലാണ്ട് പ്രത്യേകിച്ച് നമുക്ക് പുതിയൊരു ഇതൊന്നും പറയാനൊന്നുമില്ല. പിന്നെ ഫൈറ്റൊക്കെ സൂപ്പറായിട്ടാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും നല്ലതായിരുന്നു. വൈശാഖിൻ്റെ സിനിമയില്ലേ, ഇടി എന്ന് വെച്ചാൽ ഇടി തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് ഇത് ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡി ഇടി അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൊള്ളാം, പടം കൊള്ളാം, നല്ല പടം. 100% ഒരു ആക്ഷൻ പടം കേട്ടോ, 100%. കാര്യം പറഞ്ഞാൽ ഒരു മമ്മൂട്ടി ഫിലിമിൽ ഇത്രയും ഒരു ആക്ഷൻ കണ്ടിട്ടില്ല. അത്രത്തോളം ഇത്രയും കാലത്തിനിടയിൽ ഇത്രയും ഒരു ആക്ഷൻ പടം കണ്ടിട്ടില്ല. നമ്മൾ വിചാരിച്ചു RDX ആണ് ഏറ്റവും നല്ല ഒരു ആക്ഷൻ പടം. അതല്ല, RDXനെ കാട്ടി അടിപൊളിയായിട്ടുണ്ട്. കാര്യം ഒരു സോങ്സിന് അതിനൊന്നും ഇമ്പോർട്ടൻ്റ് ഇല്ല. ആദ്യം തൊട്ട് അവസാനം വരെ 2.5 മണിക്കൂർ ഫുള്ള് തിയേറ്റർ എക്സ്പീരിയൻസ്. അത് ചെയ്തതിനെ മസ്റ്റ് വാച്ച്. 1000 രൂപ കൊടുത്ത് കാണാം. ഓ, ഒരു രക്ഷയില്ല. സെയിം പടമായിരുന്നു, കൊള്ളായിരുന്നു. കൂടുതൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നല്ല പടമായിരുന്നു. ഓ അല്ല, കത്തത് അതൊന്നും എനിക്കറിയത്തില്ല, കൊള്ളായിരുന്നു. മമ്മൂട്ടിയുടെ 1 മാൻ ഷോ. ക്ലൈമാക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ BGM ഒക്കെ കൂടെ വന്നാൽ സൂപ്പർ. BGM ഒക്കെ സെറ്റാണ്, സ്റ്റണ്ടും എല്ലാം കൊള്ളാം. ഒരു ആവറേജ് ക്ലൈമാക്സ് കൊള്ളാം. സെക്കൻഡ് ഹാഫ് കുറച്ച് പേസ് എടുക്കുന്നുണ്ട്, അതുവരെ കുറച്ച് ലാഗ് ഉണ്ട്. ഒരു ആവറേജ് ഫീലാണ് തന്നെ. അടിപൊളിയായിരുന്നു ബ്രോ. പടം സൂപ്പറാണ്. മമ്മൂക്ക പൊളിച്ച്. കുഴപ്പമില്ലാടാ, 6/10. കുറച്ച് സ്റ്റോറി കുറവാ, അല്ലാതെ ഒരു ഭീഷ്മ ലെവൽ മാസം ഉണ്ടാക്കാൻ നോക്കി അത്ര പിടിച്ചില്ല. നന്നായിരുന്നു, നല്ല പടം, അടിപൊളി, സൂപ്പർ. ആവറേജ്, അത്രേ ഉള്ളൂ. മമ്മൂക്ക സ്വാഗ് ഉണ്ട്, ബാക്കി ആവറേജ്. എനിക്ക് ആവറേജായിട്ടാണ് തോന്നി കേട്ടോ. എന്നാരും നല്ലരുത് ആവറേജായിട്ടാണ് തോന്നിയത്. മിഥുൻ മാനുവലിന് സ്ക്രിപ്റ്റ് കൂടെ വർക്ക് ചെയ്യണം തോന്നി. മമ്മൂട്ടി 72 വയസ്സായൊന്നും പറയില്ല. ഓ നൈസായിരുന്നു. ഇടിയോടി മാസ്, നല്ല പടം, നല്ല ആക്ഷനൊക്കെ പൊളിയിട്ടുണ്ട്, അടിപൊളി. നല്ല സിനിമയായിരുന്നു, സൂപ്പറായിരുന്നു. അവസാനത്തെ ഫൈറ്റ് അല്ല, സൂപ്പറായിരുന്നു. പടം ക്ലൈമാക്സ് ഇന്റർവെല്ലിന് ശേഷം സൂപ്പർ പടം, അടിപൊളി. ഇതിൽ ഫൈറ്റ് മാത്രമേ ഉള്ളൂ. ഇതിൽ വേറെ ഒന്നുമില്ല. പ്രത്യേകിച്ച് സ്റ്റോറി ഒന്നുമില്ല. ഫൈറ്റൊക്കെ നൈസാണ്. പോരാ, അത്രയ്ക്ക് പ്രതീക്ഷ അത്രയൊന്നുമില്ല. മമ്മൂക്കയ്ക്ക് വേണ്ടി മാത്രം കണ്ടിരിക്കുക, അല്ലാണ്ടൊന്നുമില്ല, പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. വൈശാഖും മിഥുൻ മാനുവലൊക്കെ 2010 നിൽക്കുന്നതേ ഉള്ളൂ. നല്ല പടമായിരുന്നു. മമ്മൂട്ടിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഈ പ്രായത്തിലും ചെയ്യുന്ന, മമ്മൂട്ടി മെഗാസ്റ്റാർ ആണെന്ന് ഈ പടത്തിലൂടെയും തെളിയിക്കുന്ന വണ്ടർഫുൾ പെർഫോമൻസ് ആയിരുന്നു. സ്റ്റണ്ടൊക്കെ. പിന്നെ വില്ലൻ്റെ കാര്യം എടുത്ത് പറയാനാണെങ്കിൽ സാധാരണ മമ്മൂട്ടിയുടെ കൂടെ നിൽക്കുന്ന, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെന്ന് പറയുന്നത് കുറച്ച് ഗ്രേസ് മമ്മൂട്ടിക്കായിരിക്കും കൂടുതൽ. പക്ഷേ സ്ക്രീൻ സ്പേസ് രണ്ടുപേർക്കും ഒരുപോലെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പടം നല്ല പടം, നല്ല ബെസ്റ്റ്. ഒരു വ്യത്യാസമുണ്ട് എല്ലാ പടത്തിനേക്കാളും. മമ്മൂട്ടി പടം എല്ലാം കാണുന്നതാണ് ഞങ്ങൾ എപ്പോഴും. ഞാൻ മകൻ്റെ കൂടെ വന്ന ഇഷ്ടപ്പെട്ടു. നല്ല ഇതായിരുന്നു. ഇത്ര വ്യത്യാസമാണ്. എല്ലാ പടവും കാണുമെങ്കിൽ ഇതൊരു പ്രത്യേക വ്യത്യാസമുണ്ട്. കൊള്ളാം. മറ്റേ കണ്ണൂർ സ്ക്വാഡെല്ലാം കണ്ടതിലൊക്കെ വ്യത്യാസമുണ്ട്. മറ്റേ പടങ്ങളെല്ലാത്തിലും വ്യത്യാസമുണ്ട്. നല്ല പടം. ഇല്ല, കുറ്റം പറയാനായിട്ടില്ല. അടിയിടി ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നല്ലത് അതാണ്. ഗംഭീര സിനിമയാണ്, നന്നായിട്ടുണ്ട്. ഇതിൽ ഈ പടം പൊളിക്കാനായിട്ട് ആദ്യം മുതലേ കുറച്ച് പേര് ശ്രമിച്ചിട്ടുണ്ടല്ലോ. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കണ്ണൻ ചിരട്ടയിൽ വെള്ളം നിറച്ചിട്ട് അതിനകത്ത് മുങ്ങി താഴുന്നതാണ് നല്ലത്. കണ്ണൻ ചിരട്ടയിൽ വെള്ളം നിറച്ചിട്ട് ഈ പടം പൊളിക്കാൻ ശ്രമിച്ചവരെ കണ്ണൻ ചിരട്ടയിൽ വെള്ളം നിറച്ചിട്ട് അതിൽ മുങ്ങി താഴണം.
കാര്യം ഗംഭീര പടമാണ്. ആക്ഷൻ മാത്രമല്ല, കോമഡിക്ക് നല്ല പ്രാധാന്യമുണ്ട്, എൻ്റർടൈനാണ്, എല്ലാത്തരം പ്രേക്ഷകർ ഇഷ്ടപ്പെടും. മമ്മൂക്ക അസാധ്യമായ ഫൈറ്റാണ് ചെയ്തിരിക്കുന്നത്. നല്ല പിന്നെ ബിന്ദു പണിക്കർ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രം. ബിന്ദു പണിക്കർ റോഷാക്കിന് ശേഷം ഈ സിനിമയിലും ഞെട്ടിച്ചിട്ടുണ്ട്. ഗംഭീര പടം. ആവറേജേ ഉള്ളൂ, വലിയ ഇതില്ല, ഒരിക്കലും കാണാം, ഇടിയൊക്കെ വെക്കോളാം.